നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തന്റെ സമ്പാദ്യം മരണശേഷം ചാരിറ്റബിൾ സംഘടനയ്ക്ക് നൽകണമെന്ന് താൽപര്യപ്പെട്ടിരുന്നതിനനുസരിച്ച് പരേതനായ നെടിയപറമ്പിൽ അബ്ദുള്ളക്കുട്ടിയുടെ മകൾ ജുബൈരിയയുടെ സമ്പാദ്യവുമായി കുടുംബം ആൽഫയിലെത്തി തുക കൈമാറി. 5 ലക്ഷം രൂപയാണ് ആൽഫ ഡയാലിസിസിന് നൽകിയത്. ജുബൈരിയയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 5 സഹോദരങ്ങളും അവരുടെ മക്കളുമാണ് ഇളയ സഹോദരൻ കൊടുങ്ങല്ലൂർ നെടിയപറമ്പിൽ യൂസുഫിന്റെ നേതൃത്വത്തിൽ ആൽഫ സന്ദർശിച്ച് തുക കൈമാറിയത്. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത് എന്നിവരുടെ നേതൃത്വത്തിൽ കുടുംബത്തെ സ്വീകരിച്ചു. ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം അവർ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ കണ്ട ശേഷമാണ് മടങ്ങിയത്. ആൽഫ ആലപ്പുഴ സെന്ററിന് പ്രതിമാസ സഹായം നൽകുന്ന സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈസ്റ്റ് വെനീസ് ആലപ്പുഴയുടെ ഒക്ടോബർ മാസത്തെ സഹായം ഇവായുടെ പ്രതിനിധി സുദർശനകുമാർ ആൽഫയിലെത്തി കൈമാറി. പ്രതിമാസ സഹായമായ 15,000 രൂപ ആൽഫ ആലപ്പുഴ സെന്റർ പ്രസിഡന്റ് ഷാജി ജമാൽ, തോമസ് ജോർജ്, എക്സിക്യൂട്ടീവ് അംഗം ആൻഡ്രിയ, ഫിസിയോതെറാപ്പിസ്റ്റ് ലാക്സി വിൻസെന്റ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ നഴ്സുമാരുടെ ആശയവിനിമയ ശേഷി വളർത്താൻ ലക്ഷ്യമിട്ടുള്ള പരിശീലന പരിപാടിക്ക് ആൽഫ ഇടമുട്ട ഹോസ്പീസിൽ തുടക്കമിട്ടു. വിവിധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനാവുക എന്നത് പരിശീലിപ്പിക്കുന്ന റോൾ പ്ലേകളോടെയായിരുന്നു പരിശീലനം നടത്തിയത്. രജിസ്റ്റർ ചെയ്ത 11 പേർക്കായിരുന്നു പരിശീലനം നൽകിയത്. അവർക്ക് സന്തോഷം എന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛനെയാണ് ഇവർ വന്നിട്ട് തലവി പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഇവർ വന്നിട്ട് ചെയ്യുന്നത്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, സീനിയർ നഴ്സ് ബേബി രാജൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.